അമ്മമാരെ കാണാത്ത കുറെ കുട്ടികളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ സങ്കല്പത്തിൽ ഒരു ഉമ്മയുടെ ഒരു മുഖം ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ അല്ലെങ്കിൽ ആലോചിക്കും ഉമ്മ എങ്ങനെയായിരിക്കും, എന്നെ പോലെ ആയിരിക്കുമോ, അല്ലെ എങ്ങനെയായിരിക്കും, എന്നെ അതുപോലെയൊക്കെ ആയിരിക്കും. ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ഇപ്പൊ കുറെ ആൾക്കാർ പറയും ഭീകരമായിട്ട് പി ആർ ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നില്ല എത്രയൊക്കെ പി ആർ ചെയ്താലും എങ്ങനെയൊക്കെ പി ആർ ചെയ്തെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ അയാൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാൻ മാത്രമേ ബിഗ് ബോസ് വിന്നർ ആകാൻ പറ്റുള്ളൂ. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ കാണുമ്പോൾ ഓൾറെഡി അവർക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട്. ഇവർ ഭയങ്കര തമാശ പറയുന്ന ആൾക്കാരാണ്. ഇപ്പൊ തമാശ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ റിയൽ ലൈഫിൽ തമാശ പറയണം, അല്ലെങ്കിൽ അവർക്ക് സീനാണ്. നമുക്കിങ്ങനെ മൈൻഡ് പറയടാ, നോ പറയടാ, നോ പറയടാ, നോ പറയാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, ഒരു കടയിൽ ഡ്രസ്സ് മേടിക്കാൻ കയറിയെന്ന് വെച്ചോ, ഷോപ്പിൽ ആള് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണൂല. എന്നാലും ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കുറച്ച് ഇൻട്രോവേർട്ട് ആയതുകൊണ്ടായിരിക്കാം അതൊക്കെ എടുക്കും. എപ്പോഴെങ്കിലും ഉപ്പയെ കാണണമെന്നോ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കണം, ഒരു ഇല്ല ശ്രമം നടത്തണം എന്ന് തോന്നിയിട്ടില്ല ഇല്ല ഈ ഇല്ല, ലൈഫിൽ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഉപ്പേനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടൊന്നുമില്ല, ഇപ്പൊ മിസ് ചെയ്യണമൊന്നുമില്ല. ഉപ്പ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. ആളിങ്ങനെയൊക്കെ ചെയ്തു. ആളിങ്ങനെ പിന്നെ ജയിലിലേക്ക് പോയി. പിന്നെ റിമാൻഡിൽ വന്ന് പുള്ളി എവിടെയാണെന്ന് അറിയില്ല. ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നൊന്നും അറിയില്ല. ആളെ സംബന്ധിച്ച് അങ്ങനെ ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മയെക്കുറിച്ചോ? ഉമ്മയെക്കുറിച്ച് സ്വാഭാവികമായിട്ടും നമുക്കറിയാം. ഞാൻ ഉമ്മയുടെ ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല. ഒന്നും കണ്ടിട്ടില്ല. ഒന്നും കണ്ടിട്ടില്ല, ഇല്ല ഇല്ല. ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും കണ്ടിട്ടില്ല. എന്താന്ന് വെച്ചാൽ ആ സമയത്ത് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് പോകുമല്ലോ പോലീസുകാരൊക്കെ. ആ അങ്ങനെ ഓൾമോസ്റ്റ് ഡോക്യുമെന്റ് ഒക്കെ പോലീസുകാർ കളക്ട് ചെയ്ത് പോയതാണോ. പിന്നെ ഞങ്ങളെ വീട് വയനാട്ടിലായിരുന്നു, വാളാട്. അപ്പൊ ആ വീട് ഇപ്പോഴാ പൊളിച്ചേ. ഇത്രയും നാൾ അവിടെ മൂത്ത പെങ്ങളുണ്ടായിരുന്നു. മൂത്ത പെങ്ങളെ വേറെ വീട് വെച്ചപ്പോൾ അത് പൊളിച്ചു. അപ്പൊ അപ്പോഴും ഉമ്മയുടെ ഫോട്ടോ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഇല്ല എന്താ ഇല്ല. കേട്ടിട്ടുള്ള ഉമ്മയെക്കുറിച്ച്? ഉമ്മ ഭയങ്കര സുന്ദരിയാണെന്ന് കേട്ടിട്ടുണ്ട്. ആ, ഭയങ്കര സുന്ദരിയാണ്, പാവമാണ്. ഈ അത് ക്രിയേറ്റിവിറ്റി എല്ലാം ഉമ്മയുടെ ആണോ? അതറിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും. അതായത് ശരിക്കും ഏഹ്, നമ്മളെ അമ്മമാരെ കാണാത്ത കുറെ കുട്ടികളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ സങ്കല്പത്തിൽ ഒരു ഉമ്മയുടെ ഒരു മുഖം ഉണ്ടാവും. ആ, അപ്പം ഞാനിങ്ങനെ അല്ലെങ്കിൽ ആലോചിക്കും ഉമ്മ എങ്ങനെയായിരിക്കും, എന്നെ പോലെ ആയിരിക്കുമോ, അല്ലെ എങ്ങനെയായിരിക്കും, എന്നെ അതുപോലെയൊക്കെ ആയിരിക്കും. എനിക്കൊന്ന് ജുനൈസിന്റെ റീലിലുള്ള ഉമ്മ ജുനൈസിന്റെ ഉമ്മയാണ്. അതുപോലെ ആയിരിക്കില്ല, അത് ഉമ്മയുടെ അനിയത്തിയാ. ഉമ്മ ഭയങ്കര പാവായിരുന്നു. ആഹാ. ഉം. പിന്നെ ഒരു ചെറിയ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ഉമ്മ മരിക്കുമ്പോൾ. ഒരു 40+, ഒരു 50 വയസ്സൊന്നും ഇല്ല, ആഹാ. 45 അത്ര വയസ്സ്, അത്ര വയസ്സുള്ളായിരുന്നു. വയസ്സേ ഉണ്ടായിരുന്നു. ജുനൈസ് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ഈ ഒരു ഫുൾ ജേർണി, ഉം. ജുനൈസിനെ തിരിച്ചു നോക്കുമ്പോ ഡു യു ഫീൽ പ്രൗഡ് ഓഫ് യുവർ സെൽഫ്? പിന്നെ ഉറപ്പായിട്ടും ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഒരു ഉപ്പയും ഉമ്മയും ഒന്നും ഇല്ലാണ്ട് വളരുന്ന കുറെ കുട്ടികളുണ്ടല്ലോ, പാരന്റ്സ് ഇല്ലാണ്ട്. അവരൊക്കെ പല പല പലതരത്തിൽ അവർ വഴിപഴിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും. നല്ല വിദ്യാഭ്യാസം കിട്ടാത്ത ആളുകളുണ്ടാവും. പല രീതിയിൽ ജീവിത സാഹചര്യങ്ങൾ മോശമായിട്ട് സർവൈവ് ചെയ്ത് പോകുന്ന ആളുകളുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡാണ്. ഞാൻ അങ്ങനെ നന്ദി പറയും. എന്താന്ന് വെച്ചാൽ ഒരു ഉപ്പയും ഇല്ലാണ്ട് ഞാൻ ഈ ലെവലിൽ എത്തി. എനിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി, നല്ല കുഴപ്പമില്ലാത്ത ഫുഡ്, കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഇല്ലാത്തതിനെ കുറിച്ച് ഇങ്ങനെ ആദ്യം ഒന്നും ആലോചിക്കാറുണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിൽ ഇവിടെ നിൽക്കുകയാണെന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു, നാളെ എന്താവുമെന്ന് അറിയില്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിമാനമാണ്. അല്ല, എനിക്ക് ശരിക്കും എൻ്റെ മനസ്സ് പോകുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ടുവേർഡ്സ് ആർക്കെയും ആ. അമ്മായിയോടാണ്. കാരണം ആ ഒരു സാഹചര്യത്തിൽ അവർ ഏറ്റെടുക്കുകയും ഈ ആ, രണ്ട് ആൺകുട്ടികളെ വളർത്തുകയും പിന്നെ അതൊരു ചെറിയ കാര്യമല്ല. ഒരിക്കലും അല്ല. എത്രയും ബുദ്ധിമുട്ട് അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നേനെ. പക്ഷെ ഇപ്പൊ ജുനൈസ് പറയുന്ന പോലെ ജുനൈ അത് മിസ് ചെയ്തിട്ടില്ല. അതൊരു വല്ലാത്തൊരു കാര്യമാണ്. അതൊരു വലിയ കാര്യമാണ്. ആ ഒരു ഭാഗ്യം പലർക്കും ഉണ്ടാവണം എന്നില്ല. ഇല്ല, അതാ ഞാൻ പറയണേ. ഇപ്പം ഫോർ എക്സാമ്പിൾ അച്ഛനും അമ്മയും മരിക്കുന്ന കുട്ടികളാ, കുഴപ്പമൊന്നുമില്ല, അവർ ഓർഫണേജിൽ വളരട്ടെ, എന്നൊരു ഡിസിഷൻ എടുക്കാമായിരുന്നു. ഉറപ്പായിട്ടും എടുക്കാമായിരുന്നു. എന്തോ അവരവിടെ വളരട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല രീതിയിൽ ഇടയ്ക്ക് വന്ന് നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്താ പറയുക, രണ്ടാമത്തെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അവരൊക്കെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു. കുപ്പാൻ്റെ ജ്യേഷ്ഠനായിരുന്നു. ജൂനിയേഴ്സ് ഇപ്പോൾ സഡൻലി ലൈം ലൈറ്റിലേക്ക് വരിക ആൻഡ് ഓൾ ദീസ് തിങ്സ് ഹാപ്പനിങ്, നമുക്കൊരു ഗ്രൗണ്ടിങ് വേണമല്ലോ. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ്, എന്തെങ്കിലും ഒരു ഗ്രൗണ്ടിങ് വേണം. അല്ലെങ്കിൽ നമ്മളെ പലപ്പോഴും മിസ്യൂസ് ചെയ്യാനും നമ്മളെ എന്താ പറയുക, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആൾക്കാരായിരിക്കും കൂടുതൽ ചുറ്റും ഉണ്ടാവുക. ഈ ഒരു തിരിച്ചറിവ് അത്
ഉണ്ടാവാറുണ്ടോ? Are you very careful about the people you hang out with, whom you want to spend time with? Support system ആരാണ്? How do you do that? എനിക്കങ്ങനെ ഭയങ്കര കുറേ സുഹൃത്തുക്കളൊന്നുമില്ല. എനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ. അപ്പം അവർ എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരെയും പോയിട്ട് ഇങ്ങനെ പെട്ടെന്ന് കുറച്ച് ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ് ഞാൻ ബേസിക്കലി. അപ്പം എല്ലാവരുമായിട്ട് പെട്ടെന്ന് അങ്ങനെ അടുക്കൂല. പക്ഷെ അങ്ങനെ അടുത്താലും അങ്ങനെ ഭയങ്കര കോണ്ടാക്ട്. പക്ഷെ ഉള്ള ഫ്രണ്ട്സൊക്കെ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ഫ്രണ്ട്സാണ്. അവർ ഫ്രണ്ട്സും ഉണ്ട് ഓൾവേസ്. പിന്നെ നമ്മുടെ ഫാമിലി ഉണ്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ ബ്രദേഴ്സ് സിസ്റ്ററൊക്കെ ഉണ്ട്. So they are your support structure. Yeah. ഞാൻ ബിഗ് ബോസിൽ ഞാൻ കേട്ടിട്ടുണ്ട് that ജുനൈസ് ഈ തമാശ റീൽസ് ഒക്കെ ഉണ്ടാക്കുമെങ്കിലും ആളത്രയും എന്താ പറയാ കോമഡി ടൈപ്പ് അല്ല, ഭയങ്കര സീരിയസ് ആണ്. ബുക്സ് ഒക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. Has there been any book that really influenced you, that shaped your thoughts? ഒരുപാട് ബുക്സ് ഉണ്ട്. ബുക്സിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് ബേസിക്കലി നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ആളുകൾ കാണുമ്പോൾ ഓൾറെഡി അവർക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട്. ഇവർ ഭയങ്കര തമാശ പറയുന്ന ആൾക്കാരാണ്. ഇപ്പൊ തമാശ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ റിയൽ ലൈഫിൽ തമാശ പറയണം, അല്ലെങ്കിൽ അവർക്ക് സീനാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പഴയ സീസണിലൊക്കെ അതായത് നമ്മുടെ കുറേ കണ്ടസ്റ്റന്റ് ഒക്കെ ഉണ്ടല്ലോ കോമഡി ഫീൽഡിൽ നിന്നൊക്കെ വരണ ബിഗ് ബോസിൽ പോകുമ്പോൾ അവരവിടെ തമാശ പറയണില്ല. അപ്പോൾ ഞാനും ഇങ്ങനെ ബേസിക്കലി ഞാൻ ഭയങ്കര തമാശ പറയണ ആളൊന്നുമല്ല, ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ ശരിക്കും അങ്ങനെ അധികം ഇന്റർവ്യൂസ് കൊടുത്തിട്ടില്ല. യൂട്യൂബിൽ അങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ ശരിക്കും എന്നെ ആർക്കും അധികം ഒന്നും അറിയില്ല, ഞാൻ ഇങ്ങനെയാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആൾക്കാർ ഭയങ്കര പ്രശ്നമായത് ഞാൻ തമാശ പറയാത്ത, ഇവൻ അങ്ങനെ പറഞ്ഞാണ് കളിക്കേണ്ടത്, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ബേസിക്കലി തമാശ ഞാൻ പറയും. നമ്മൾ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഭയങ്കര. അപ്പം ഫിനാലൊക്കെ ആകുമ്പോഴേക്കും അങ്ങനെയൊക്കെ ആയി. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പോയിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റില്ല, ആർക്കും പറ്റൂലല്ലോ. നമുക്കൊരു കംഫർട്ട് സോൺ ഓൾവേസ് വേണമല്ലോ. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത പുസ്തകം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ മറ്റേ സീക്രട്ട് എടുത്ത് വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. The Secret. ദി സീക്രട്ട് വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലോ ഓഫ് അട്രാക്ഷനിലൊന്നും ബിലീവ് ചെയ്യണില്ല, പക്ഷെ മൈൻഡിന് നല്ലൊരു എന്താ പറയാ, ഒരു ഭയങ്കര സ്ട്രോങ് ആക്കും നമ്മളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാണ്ട് ഒരു ലോ ഓഫ് അട്രാക്ഷനിലും പ്രപഞ്ചത്തിലും ഇങ്ങനെ നമ്മൾ യൂണിവേഴ്സിനോടൊരു കാര്യം പറഞ്ഞാൽ യൂണിവേഴ്സ് നടത്തി തരുമെന്നും അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. പക്ഷേ സീക്രട്ട് നമ്മളെ കുറച്ചും കൂടി എന്താ പറയാ, നമ്മളൊരു കുറച്ചും കൂടി ഒന്ന് നമ്മുടെ ചിന്തകളിലൊക്കെ കുറച്ചൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. എന്നെ കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സീക്രട്ട് അല്ല, സീക്രട്ടിന്റെ സെക്കൻഡ് പാർട്ട് മാജിക്. അതൊരു പ്രാക്ടീസ് ആണ്. 26 ഡേയ്സ് കൊണ്ട് 27 or 26 ഡേയ്സ് കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ആഗ്രഹിച്ചിട്ട് അങ്ങനെ എഴുതി വെക്കലൊന്നും അല്ല, പക്ഷെ അങ്ങനെ വായിച്ചിരിക്കാൻ രസമാണ്. അങ്ങനെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഹെൽപ്പ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ കുഴപ്പമില്ല. എന്നെ ഓക്കെ അങ്ങനെ ഒരു സംഭവം. അല്ലാണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ ഞാൻ ബിലീവ് ചെയ്ത് ഞാൻ അതിനു വേണ്ടി അങ്ങനെ സംഭവം. ഇതെന്താ സംഭവം? ഇത് സംഭവം ഒരു കാർഡ് ഗെയിം ആണ്. ഓക്കെ, ഇതിലൊക്കെ ഞാൻ ഭയങ്കര പിറകിലാണ്. സാരമില്ല, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്തായാലും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അല്ലേ, പിന്നെ അപ്പൊ എന്ത് വേണമെങ്കിലും ട്രൈ ചെയ്യാലോ. ഉറപ്പായിട്ട് ട്രൈ ചെയ്യാം. ബിഗ് ബോസിൽ പോയാൽ നമുക്ക് ജീവിതത്തിൽ എന്ത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടും. അത് എനിക്ക് തോന്നുന്നു ലൈഫിൽ എനിക്ക് ബിഗ് ബോസ് കൊണ്ട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ ആദ്യം ഇത് പറയുന്നു. പിന്നെ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അതൊക്കെ ആ കാര്യം തന്നെ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ബിഗ് ബോസിൽ ജയിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ബിഗ് ബോസിൽ അൾട്ടിമേറ്റ്ലി ജയിക്കണമെങ്കിൽ നമ്മൾ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. അതായത് പ്രേക്ഷകരിൽ ഒരാളാണ് ഇയാള് എന്ന് കണക്ട് ചെയ്യാൻ പറ്റണം. അതായത് നമ്മളുടെ വീട്, മെയിനായിട്ട് ബിഗ് ബോസിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അയാളുടെ സംസാരമായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ എന്റർടൈൻമെന്റ് ആയിരിക്കാം, തമാശ ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ബിഗ് ബോസ് വിന്നർ ആവാം. അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ സീസണിലെ വിന്നർ എന്ന് പറഞ്ഞാൽ അഖിൽമാരാറായിരുന്നു. പുള്ളി ഭയങ്കര ഡിസർവിങ് ആയിട്ടുള്ള വിന്നർ തന്നെയായിരുന്നു. ഭയങ്കര എന്റർടൈൻമെന്റ് ഉള്ള, അല്ലെങ്കിൽ ഭയങ്കര ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. പുള്ളിക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു ഞാൻ ഫിനാലെ വരെ കളിച്ചുകൊണ്ടിരുന്നത്. പുള്ളി ഭയങ്കര ഡിസർവിങ് ആയിട്ടുള്ള വിന്നറാണ്. അപ്പോൾ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ഇപ്പൊ കുറെ ആൾക്കാർ പറയും ഭീകരമായിട്ട് PR ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നില്ല എത്രയൊക്കെ PR ചെയ്താലും, എങ്ങനെയൊക്കെ PR ചെയ്തെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ അയാൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാൻ മാത്രമേ ബിഗ് ബോസ് വിന്നർ ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി ഇപ്പൊ തമിഴ് ലാസ്റ്റ് സീസണിലൊക്കെ വേറൊരാൾക്ക് വേണ്ടി ഗെയിം കളിച്ച് വിന്നറായി, അങ്ങനെയൊക്കെ കളിക്കേണ്ടി വരും. മലയാളത്തിൽ ഇതുവരെ ആരും അങ്ങനെ വന്നിട്ടൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ സത്യം ഞാൻ പറയാം, ബിഗ് ബോസിനെ നമ്മുടെ സീസൺ ഞാൻ ഇതുവരെ മൊത്തം ഒന്നും കണ്ടിട്ടില്ല.
ബിഗ് ബോസിൽ ഞാൻ വളരെ കുറച്ച് സീസണേ കണ്ടിട്ടുള്ളൂ. സീസൺ 1 കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സീസണുകളൊക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടാണോ പോയത് ബിഗ് ബോസിൽ? ഞാൻ ഭയങ്കര പ്രിപ്പയർ ചെയ്തോന്ന് വെച്ചാൽ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഹിന്ദി സീസണൊക്കെ കുറേ കണ്ടു. തമിഴ് സീസണൊക്കെ കണ്ടു. തമിഴിൽ സീസൺ 1 ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെ പോയപ്പോൾ കാലെടുത്ത് വെച്ചപ്പോൾ മനസ്സിലായി പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്കൊരു കാർഡ് ഗെയിം കളിക്കാം. യെസ്. റെഡ്. സിംപ്ലിസിറ്റി ഈസ് കീ. സിംപ്ലിസിറ്റി ഈസ് കീ. ബിലീവ് ചെയ്യുന്നുണ്ടോ സിംപ്ലിസിറ്റി ഈസ് കീ? നമ്മൾ എത്രയൊക്കെ വളർന്നു എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ കാര്യമല്ല കേട്ടോ പറയണേ, വേറെ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ആളുടെ സിംപ്ലിസിറ്റി ആളുടെ ഒരു വിജയത്തിൻ്റെ അയാളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്ന് ഞാൻ മനസ്സിലാക്കണം. അത് അയാളുടെ ഡ്രസ്സിങ്ങിലോ അല്ലെങ്കിൽ അതൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാരൊക്കെ പറയും എന്ത് സിമ്പിളാണ്, ഇത്രയും വലിയ ആക്ടറായിട്ട് ഇവർ എന്ത് സിമ്പിളായിട്ടാണ് ഇങ്ങനെ നടക്കണേ. അതൊന്നും അല്ല കേട്ടോ ഞാൻ പറയണേ. നമ്മളിങ്ങനെ നമ്മളിപ്പം നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ വളർന്നു എന്നുള്ളത് നമുക്ക് ബേസിക് ആയിട്ട് ഉണ്ടായിരുന്ന കുറച്ച് മൂല്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ മൂല്യങ്ങളൊക്കെ ആ ഒരു കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ സിംപ്ലിസിറ്റി ഈസ് കീ. നമ്മുടെ വാല്യൂസ് നമ്മുടെ മോറൽ ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ കളയാതിരിക്കുക. ത്രോ യുവർ സെൽഫ് ഫുള്ളി ഇൻ ടു ഇറ്റ്. ഇനി എന്തിലേക്കാണ് ദാറ്റ് യു ആർ ഗോയിങ് ടു ത്രോ യുവർ സെൽഫ് ഫുള്ളി ഇൻ? ഇപ്പം ഞാനൊരു സിനിമ ചെയ്തു. ആ. എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടി ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട ഒരാളൊന്നുമല്ല. മനസ്സിൽ ചെറുപ്പം തൊട്ടേ ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു. ഇതുവരെ ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പാരൻസിൻ്റെ കാര്യം വെച്ച് ബാക്കിയുള്ളതൊക്കെ എനിക്ക് ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ. അതെന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ആ കാര്യത്തിൽ. പാരൻസിൻ്റെ കാര്യം ഒഴികെ ബാക്കിയെല്ലാം എൻ്റെ ലൈഫിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഓക്കെ. ത്രോ യുവർ സെൽഫ് ഫുള്ളി ഇൻ ടു ഇറ്റ്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഇത് ഒത്തിരി ചെയ്യുന്ന ആളാണോ? ഡു യു കീപ് തിങ്കിങ് അബൌട്ട് ഇതിൻ്റെ എന്തായിരിക്കും റിസൾട്ട്, എന്തായിരിക്കും കോൺസിക്വൻസ്, എന്തായിരിക്കും വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്? അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഞാൻ ഭയങ്കര അതായത് ഞാൻ അങ്ങനെ കൂടുതൽ ആലോചിക്കാത്ത ഒരാളാണ്. അപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് സഡൻ റിയാക്ഷൻ ആണ് എൻ്റെ എല്ലാം. അതായത് ഞാൻ കൂടുതൽ ആലോചിക്കില്ല. പെട്ടെന്നൊരു സാധനം ഇത് കൊള്ളാം, അങ്ങനെ കൊള്ളാം, ഇങ്ങനെ കൊള്ളാം, അങ്ങനെ. ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോലും ഞാൻ ഒന്നും ഇട്ട് നോക്കില്ല, ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം ഇട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ എടുക്കും. ഇപ്പം ഫുഡ് കഴിക്കാൻ പോയാലും കുറേ മെനു നോക്കില്ല, അങ്ങനെ എല്ലാം. അതിപ്പോൾ എൻ്റെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒക്കെ അങ്ങനെയാണ്. ഞാൻ ബാംഗ്ലൂരിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഉച്ചയ്ക്ക് എനിക്ക് പെട്ടെന്ന് തോന്നി ഈ ജോലി നിർത്താം. അന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് വലിയ വരുമാനമൊന്നുമില്ല, ഈ ജോലി നിർത്താം. എനിക്ക് അന്നാണ് കുഴപ്പമില്ലാത്ത 10,60,000 രൂപയൊക്കെ സാലറി ഒക്കെ കിട്ടുന്നൊരു സമയമായിരുന്നു. അപ്പം വലിയ പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല കുഴപ്പമില്ലാത്തൊരു കമ്പനി ആയിരുന്നു. അപ്പോൾ ഈ ജോലി നമുക്ക് നിർത്താം. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്കാണ് ഈ ജോലി നിർത്തണം. അന്ന് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ലൈഫിലെല്ലാം അങ്ങനെ ഇതുവരെ പക്ഷെ എനിക്കത് നെഗറ്റീവായിട്ട് വന്നിട്ടില്ല. പക്ഷേ വരുമോയെന്ന് അറിയില്ല. റിമൂവ് ദ സൂപ്പർഫിഷ്യൽ. ഐ തിങ്ക് ഇത് പല ലെയേഴ്സിൽ നോക്കാം. ബട്ട് ഡീപ്പർ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ സൂപ്പർഫിഷ്യലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന എന്ത് സാധനങ്ങളുണ്ടോ അതെല്ലാം മാറ്റി വെക്കുക. അങ്ങനെ ഒന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. എൻ്റെ ലൈഫിൽ എല്ലാം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. ഇതുവരെ അങ്ങനെ ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പം ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ ഞാൻ അങ്ങനെ പെട്ടെന്ന് അതിലൊന്നും അങ്ങനെ എനിക്ക് അധികം ഭയങ്കര ഇതുള്ള ആളാണ്. ഡിപ്പെൻഡ് ചെയ്യുന്ന ആളല്ല. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. ഞാൻ കുറേ വർഷമായിട്ട് ഒറ്റയ്ക്കാണ് ജീവിക്കണേ. നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിൽ നമ്മുടെ ഫസ്റ്റ് ലോക്ക്ഡൗൺ വരെയാണ്. അപ്പം ഞാൻ ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ബാംഗ്ലൂരിൽ. 12 നിലയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ലോക്ക്ഡൗൺ എന്താണെന്ന് ആളുകൾക്ക് അറിയില്ല. ഫസ്റ്റ് ലോക്ക്ഡൗൺ ഓർമ്മയുണ്ടല്ലോ. അപ്പം എല്ലാ ആൾക്കാരും നാട്ടിലോട്ട് പോയി. അപ്പോൾ ആ ബിൽഡിങ്ങിൽ ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ രാവിലെ 6 മണിക്ക് നമ്മൾ റൗണ്ടൊക്കെ വരച്ചിട്ട് നമ്മൾ സാധനം മേടിക്കാൻ പോകും. അപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ ലൈഫിൽ ഇതുവരെ അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സൂപ്പർഫിഷ്യലായിട്ട് ഒന്നുമില്ല, എസെൻഷ്യൽസ് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് കാർഡ്. ഇഷ്ടപ്പെട്ടോ കാർഡ് ഗെയിം? കൊള്ളാം. നോ. എപ്പോഴും നോ പറയുന്ന ആളാണോ? എളുപ്പത്തിൽ നോ പറയുന്ന ആളാണോ? എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നോടത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചോദിച്ചു, മീൻസ് സഹായം അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ കാര്യം ചോദിച്ചാൽ എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. എങ്ങനത്തെ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യലി ഞാൻ കുറച്ച് സുഹൃത്തുക്കളൊക്കെ, അതായത് ചില ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് പൈസ ചോദിക്കുമ്പോൾ
അപ്പോൾ നമ്മൾ കൊടുക്കും. അപ്പോൾ എനിക്ക് നോ എന്ന് പറയാൻ അറിയില്ല. പക്ഷെ എനിക്ക് തിരിച്ച് ചോദിക്കാൻ ഭയങ്കര മടിയാണ്. നമ്മുടെ പൈസയാണ്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടായാണ്. അപ്പോൾ അത് തിരിച്ച് ചോദിക്കാൻ നമുക്കങ്ങനെ മടിയാണ്. അങ്ങനെ അങ്ങനെ കുറേ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. അത് പ്രശ്നങ്ങളിൽ അതായത് എത്രയൊക്കെ നമുക്കിങ്ങനെ മൈൻഡ് പറയടാ നോ പറയടാ നോ പറയടാ നോ പറയാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, ഒരു കടയിൽ ഡ്രസ്സ് മേടിക്കാൻ കയറിയെന്ന് വെച്ചോ. അപ്പം അവിടെ അപ്പോൾ ഷോപ്പിൽ ആൾ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണില്ല. എന്നാലും ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കുറച്ച് ഇൻട്രോവേർട്ട് ആയതുകൊണ്ടായിരിക്കാം അതൊക്കെ എടുക്കും. അപ്പം നോ പറയാൻ എനിക്ക് ഭയങ്കര പണിയാണ്. ഭയങ്കര പണിയാണ് ലൈഫിൽ. എന്നാ ഒന്നും കൂടെ ആവാം, നോ പറയത്തില്ലല്ലോ. ലോഗ് ഓഫ് റീസ്റ്റാർട്ട്. ലോഗ് ഓഫ് റീസ്റ്റാർട്ട് കംപ്ലീറ്റ്ലി ലോഗ് ഓഫ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത സംഭവം എന്താണ്? കംപ്ലീറ്റ്ലി ലൈഫിൽ ഇതുവരെ അങ്ങനെ ഒന്നും ലോഗ് ഓഫ് ചെയ്തിട്ടില്ല. ലോഗ് ഓഫ് ചെയ്യാത്തോണ്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വന്നിട്ടില്ല. അങ്ങനൊന്നും ഇതുവരെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ലോഗ് ഓഫ് ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, ഇനി മുന്നോട്ടും ഒന്നും ലോഗ് ഓഫ് ചെയ്യാതെ തന്നെ ലൈഫ് ഇങ്ങനെ തന്നെ പോട്ടെ. അടിപൊളി. ആൻഡ് ഹിയർസ് എ സ്മോൾ ഗിഫ്റ്റ് ഫോർ യു ഫ്രം എ ബ്രാൻഡ് കോൾ തേങ്ങ. ഓക്കെ, അടിപൊളി. ഇത് തേങ്ങ പ്രോഡക്ട്സ് ആണ്. തേങ്ങയുടെ ആണോ? കൊള്ളാലോ. So thanks so much for coming today. ഓക്കെ, Lovely talking to you. സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. അടിപൊളിയായിരുന്നു. ഇത്രേ ഉള്ളൂ അല്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. എനിക്ക് പോട്ടെ, കുറച്ചുകൂടി സംസാരിക്കണം എന്നൊക്കെ. Thanks so much for coming. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്കിനി ഒത്തിരി സിനിമകളിൽ കാണാം ജുനൈദ്. താങ്ക് യു സോ മച്ച്.